അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വറഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ ചെയർമാൻ MB അബ്ദുള്ള ഹാജി സാഹിബ്, ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ആദരണീയനായ നേതാവും കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ പ്രഭാവവുമായിട്ടുള്ള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ, ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായിട്ടുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ നേതാക്കന്മാരുമായിട്ടുള്ള ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി നരിക്കാട്ടരി സൂഫി സാഹിബ്, ട്രഷറർ അഹമ്മദ് പുന്നക്കൽ സാഹിബ്, ബഹുമാനമായിട്ടുള്ള നമ്മുടെയൊക്കെ ആദരണീയനായിട്ടുള്ള ഗുരുവര്യൻ പ്രൊഫസർ മുഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട SP കുഞ്ഞമ്മദ് സാഹിബ്, CVM വാണിമേൽ, ബംഗ്ലത്ത് മുഹമ്മദ് സാഹിബ്, ജാഫർ മാസ്റ്റർ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ അഭിമന്യരായിട്ടുള്ള നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിശദമായൊരു പ്രസംഗത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. മഗ്‌രിബിന് ശേഷം നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള അബ്ദുസമ്മദ് പൂക്കോട്ടൂർ അദ്ദേഹം ഇവിടെ ഉജ്ജ്വലമായൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണിത്. ഈ പുഴയുടെ തീരത്ത് കനിവിൻ്റെ ഒരു മഹാപ്രവാഹമായി മറ്റൊരു പുഴയായി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്റർ ഈ നാദാപുരത്ത് മാത്രമല്ല ഈ പ്രദേശങ്ങളിലെ മുഴുവൻ രോഗികൾക്കും ആശ്രയ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 134 ഡയാലിസിസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 134 രോഗികൾക്ക് കൃത്യമായി അവരുടെ ജീവിതം നിലനിർത്തുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ഈ കൂട്ടായ്മക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളിടത്ത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ മഹാനായ തങ്ങളവർകൾ മറ്റൊരു കർമ്മം കൂടി നിർവഹിച്ചിരിക്കുന്നു. ഈ ടീമിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഏറ്റവും മഹനീയമായി കാവിലുംപാറയിലെ പൈക്കലങ്ങാടിയിലും ഇതേപോലെയുള്ള ഒരു യൂണിറ്റ് തുടങ്ങാൻ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ നിർവഹിച്ചത്. എന്തുകൊണ്ട് ഈ രോഗം എന്നുള്ളത് ഗൗരവമായ പരിശോധനകൾക്ക് നമ്മൾ വിധേയമാക്കേണ്ടതുണ്ട്. പക്ഷേ രോഗം വന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യാനുള്ള അവസ്ഥാവിശേഷം സമൂഹം നന്നായി പ്രകടിപ്പിച്ചു വരുന്ന ഒരു കാലത്താണ് ഇപ്പോൾ. ഈ കഴിഞ്ഞ 6 വർഷമായി, നീണ്ട 6 വർഷമായി ഈ കമ്മിറ്റി ഇവിടെ ഏറ്റവും മഹനീയമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഡയാലിസിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. വൃക്ക അതിൻ്റെ പ്രവർത്തനം തകരാറിലാവുമ്പം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിർത്തലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് ഈ രക്തശുചീകരണവും ഏറ്റവും നന്നായിട്ട് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു 10 വർഷത്തെയോ ഒരു 30 വർഷത്തെയോ ഒരു മുമ്പുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള രോഗം വളരെ റയറായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. കിഡ്നി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ടുണ്ടാകുന്ന ഒരു കാലത്ത് നിന്ന് 30 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഇതിന് നമ്മൾ പേരിടുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ്. യഥാർത്ഥത്തിൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മെക്കൊണ്ടിന്ന് എത്തിക്കുന്നത് അഗാധമായിട്ടുള്ള ഏറ്റവും രോഗാതുരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ്. ആ രോഗാതുരമായിട്ടുള്ള അവസ്ഥയിൽ ആരുണ്ട് സഹായിക്കാൻ എന്ന് ചോദിക്കുന്നിടത്താണ് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ MB അബ്ദുള്ള ഹാജി സാഹിബിൻ്റെയും സൂപ്പി നരിക്കാട്ടരി സാഹിബിൻ്റെയും പുന്നക്കൽ അഹമ്മദ് സാഹിബിൻ്റെയും അവരുടെ ടീമിൻ്റെയും നേതൃത്വത്തിൽ നാദാപുരത്ത് കേൾവി കേട്ട നാദാപുരം ഏറ്റവും മഹനീയമായി സഹനത്തിൻ്റെയും സഹവനത്തിൻ്റെയും വിദ്യാഭ്യാസ സാംസ്കാരിക അഭ്യുന്നതിയുടെയും കഥകൾ പറയുന്ന, അത് ഏറ്റവും ബഹുമാനപൂർവ്വം കൊണ്ടാടപ്പെടുന്ന ഒരു നാടായി നാദാപുരത്തെ മാറ്റിയെടുത്തതിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ നേതാക്കന്മാരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അതിന് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവിടെ ഇങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പം ഞാനും കേട്ടു 1.5 ലക്ഷം കൊടുക്കേണ്ട ആളുകൾ 12,80,000 കൊടുത്തിരിക്കുന്നു. ഒരു ശാഖയിൽ നിന്നാണ് ഈ പണം പിരിച്ചെടുത്തത്. 1 ലക്ഷം കൊടുക്കേണ്ട ആളുകൾ 8 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മാത്സര്യ ബുദ്ധി എന്ന് ചോദിച്ചാൽ, ഇത് ഇവിടെ പേര് കേൾപ്പിക്കാനുള്ളതല്ല, മറിച്ച് ഇവിടെ നിന്നും അപ്പുറത്തേക്ക് മറ്റൊരു ലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ആ ലോകത്ത് കർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ആ ലോകത്തിലേക്ക് ചിലതൊക്കെ കരുതി വെക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി വിശ്വസിച്ച് ആ ആദർശത്തിലൂന്നി ഈ
ഏറ്റവും രോഗാതുര പ്രവർത്തനങ്ങൾക്ക് സഹജീവികൾക്ക് ഒരു താങ്ങായിട്ട് മാറാൻ ഞങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ള ഒരു മത്സര ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ നന്നായിട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നിടത്ത് നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, അതൊരു പ്രതിബദ്ധതയുടെ രാഷ്ട്രീയമാണ്, അത് ജനപക്ഷത്തുള്ള രാഷ്ട്രീയമാണ്, ജനങ്ങളോട് ഏറ്റവും പ്രതിബദ്ധരാകുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ചാണ് ലോകം ഇന്ന് സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഗാസയിലെ തെരുവുകളിൽ ഇപ്പോഴും രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ അത്ഭുതകരമാവും. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മത്സരങ്ങളും കച്ചവടക്കണ്ണുകളും മനുഷ്യന്റെ ഏറ്റവും ഹീനമായ ഒരു എന്താ പറയുക ചെകുത്താന്റെ വശങ്ങൾ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നും കടന്നു വരുമ്പം യുദ്ധങ്ങളും കലാപങ്ങളും രൂപപ്പെടുന്നു. ആ ചെകുത്താന്റെ ബുദ്ധിയൊക്കെ വകഞ്ഞു മാറ്റി മനുഷ്യന് ദൈവത്തിന്റെ ബുദ്ധിയിലേക്ക് കടന്നു വരുമ്പം ദൈവത്തിന്റെ അംശങ്ങൾക്ക് മനുഷ്യൻ കാത് കൊടുക്കുമ്പോഴും കണ്ണ് കൊടുക്കുമ്പോഴും ദൈവത്തിന്റെ അംശങ്ങൾക്ക് കൂടുതൽ നിലവാരവും കൂടുതൽ പ്രാധാന്യവും മനുഷ്യൻ കൊടുക്കുമ്പം അത് സേവനത്തിന്റെയും കാരുണ്യത്തിന്റെയും മഹാപ്രവാഹങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലോകത്തിലുള്ള ഏത് കാലത്തെയും ചരിത്രം നമ്മളോട് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഏറ്റവും നന്നായി ആ ഭാഗം നിർണയിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇതേ അവസ്ഥയിലേക്ക്, ഇതേ പ്രവർത്തന വഴികളിലേക്ക് വരണം എന്ന് ഞങ്ങൾ ശഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളെ തോൽപ്പിച്ചാൽ പോലും ഞങ്ങൾക്ക് പ്രയാസമില്ല. ഇത്തരം സേവന പ്രവർത്തനങ്ങളിലും ആതുര പ്രവർത്തനങ്ങളിലും മുസ്ലിം ലീഗിനെ ഞങ്ങൾ വെല്ലുവിളിക്കുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വന്നാൽ, സന്നദ്ധ സംഘടനകൾ വന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സാധാരണ അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, അസൂയായിരിക്കും ഫലം. അങ്ങനെ അസൂയ പൂണ്ട് ആരെങ്കിലും വരികയാണ് മറ്റു സംഘടനകൾ ഞങ്ങൾ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അതും കൂടി ഈ പ്രവാഹത്തിൽ, അതും കൂടി ഈ പ്രയാസങ്ങളിൽ ഈ അശരണർക്ക് ശരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് മറ്റു പാർട്ടികളും ഇത് തുടങ്ങിയാൽ ഗുണകരമായി ഭവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഉറച്ചു പറയുന്നു. അതിൽ മുസ്ലിം ലീഗിനെ ആരെങ്കിലും തോൽപ്പിച്ചാൽ അതിൽ ഞങ്ങൾക്കൊരു പ്രയാസമില്ല എന്ന് പ്രത്യേകമായി എടുത്തു പറയാൻ നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ അവർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാം, ഫോർ വയനാടിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നിടത്ത് അവർ സേവന നിരതരാണ്, അവരെ വിശ്വസിക്കാം. ഈ രാജ്യത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള ഒരു പാർട്ടിയായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത്ര ഉജ്ജ്വലമായി വളർന്നു വന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഇത്തരം സേവന പ്രവർത്തനങ്ങളാണ്, ആതുര സേവന പ്രവർത്തനങ്ങളാണ്. അതെപ്പോഴും നിന്നു പോകേണ്ടതല്ല, മറിച്ച് എപ്പോഴും നന്നായിട്ട് ആ കനിവിന്റെ പ്രവാഹത്തെ കൂടുതൽ ശക്തമായി ഒഴുക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് ബാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ ജനങ്ങളുടെ പ്രതിനിധികളാണ്, ജനങ്ങളോട് നമ്മൾ പ്രതിബദ്ധരാണ്. ജനങ്ങൾ വിവിധ ജാതികളും വിവിധ മതക്കാരും വിവിധ ഭാഷക്കാരും വിവിധ ദേശക്കാരും ഒക്കെ ഉണ്ടാവും. പക്ഷേ സേവനത്തിന്റെ കണ്ണിൽ, കാരുണ്യത്തിന്റെ കണ്ണിൽ, ദൈവത്തിന്റെ ഏറ്റവും സിഫത്തായിട്ടുള്ള കാരുണ്യം എന്ന് പറയുന്ന മഹാപ്രവാഹത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എല്ലാവരും എന്ന് നനച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ കാരുണ്യത്തിന്റെ അംശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളിടത്താണ് മുസ്ലിം ലീഗിന് രാജ്യവ്യാപകമായിട്ട് ഏറ്റവും മഹനീയതകൾ രൂപപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരുടെ അടുത്തിരിക്കുമ്പം സഹാബി വര്യന്മാർ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കേണ്ടായി, അല്ലയോ പ്രവാചകരെ, എന്താണ് അള്ളാഹിന്റെ കാരുണ്യം എന്ന് ചോദിച്ചു. എന്താണ് ഹദീസ്, എന്താണ് അള്ളാഹുവിന്റെ കാരുണ്യം? അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, നിങ്ങൾ ഈ കാണുന്നതൊക്കെ നിങ്ങളുടെ അംഗവിക്ഷേപങ്ങൾ, നിങ്ങളുടെ വായു, ജലം, മണ്ണ്, ശുദ്ധമായിട്ടുള്ള ഈ അവസ്ഥകൾ, നിങ്ങളുടെ അംഗവിക്ഷേപങ്ങൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ഇങ്ങനെ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള മുഴുവനും അള്ളാന്റെ കാരുണ്യമാണ്. ഈ കാരുണ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതൊക്കെ, നമ്മൾ ഈ പറഞ്ഞതൊക്കെ അള്ളാന്റെ കാരുണ്യത്തിന്റെ 100% മാത്രമാണ്. ഒക്കെ നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ 100% മാത്രമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നതും നമുക്ക് ഈ അനുഭവവേദ്യമാകുന്നതും എന്ന് തിരിച്ചറിയുമ്പോൾ ബാക്കി 99% അള്ളാഹുവിന്റെ കയ്യിൽ നിക്ഷിപ്തമാണ്. ഇപ്പോഴും ആ കാരുണ്യത്തെ അള്ളാഹുവിനോട് നിരന്തരമായി അപേക്ഷിച്ചുകൊണ്ട് കാരുണ്യത്തെ സമൂഹത്തിലേക്കും ജനങ്ങളിലേക്കും പ്രപഞ്ചത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്കും ആ കാരുണ്യത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് വിശ്വാസികളുടെ ബാധ്യത. ആ ബാധ്യതയാണ്
ചെറിയ തോതിൽ എന്നല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ തൊട്ടരികെ പാറക്കളവ് പുഴ എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമാന്തരമായി കനിവിൻ്റെ ഒരു മഹാപ്രവാഹമായി ഇവിടെ ശിഹാബ് തങ്ങളുടെ പേരിൽ ഡയാലിസിസ് സെന്റർ രൂപപ്പെട്ടിരിക്കുന്നു. ഇതൊന്നല്ല, കുറച്ചങ്ങോട്ട് പോയാൽ, നമ്മൾ പാനൂരേക്ക് പോയാൽ അവിടെയുണ്ട്. ഇനി അങ്ങോട്ട് തെക്കോട്ട് പോയാൽ അവിടെ കൊണ്ടോട്ടിയിലും തിരൂരിലും താനൂരിലും എന്ന് വേണ്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CH സെന്ററുകളായി, ശിഹാബ് തങ്ങളുടെ പേരിൽ ഡയാലിസിസ് സെന്ററുകളായി, പൂക്കോയ് തങ്ങളുടെ പേരിൽ ഹോസ്പിസുകളായി, അതിനുമപ്പുറം ബൈത്തുൽ റഹ്മകളായി മുസ്ലിം ലീഗിന്റെ കാരുണ്യ പ്രവാഹം ഇങ്ങനെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം അങ്ങനെ അത് ആഗ്രഹിക്കുന്നു. നമ്മൾ അറിയേണ്ടത്, കാരുണ്യ പ്രവർത്തകരായ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, ഞങ്ങളെ ശ്രമിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇടയിലേക്ക് നീളാത്ത, നമ്മൾ കാണാത്ത കൈകളുണ്ട്. നമ്മൾ കാണാത്ത കൈകൾ, അവരൊരുപക്ഷെ അമ്പലമൂലകളും പള്ളിക്കുള്ളിലും ഇങ്ങനെ കരഞ്ഞ് ദൈവത്തോട് പറഞ്ഞ് വേദന പറഞ്ഞു തീർക്കുന്നവരുണ്ടാകും. അവർക്ക് ഇങ്ങനെ പച്ചക്ക് പറയാൻ പറ്റൂല നമ്മളോട്. അവർക്ക് ഇങ്ങനെ നിങ്ങളോട് പറയാൻ പറ്റൂല, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസമുണ്ടെന്ന് അവർ പറയില്ല. ആ പ്രയാസത്തെ കണ്ടെത്തുകയാണ്, ആ പ്രയാസങ്ങളെ അർഹിക്കുന്ന രീതിയിൽ അനുഭവിക്കുകയും അവർക്ക് സാന്ത്വനമാകുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ സാമൂഹിക പ്രവർത്തകരുടെ ഏറ്റവും വലിയ ബാധ്യത. അത് ഒരു സിക്സ്ത് സെൻസിലൂടെ രൂപപ്പെടുന്നതാണ്. ഒരു ആറാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്നതിലൂടെ സമൂഹത്തിലെ അത്തരം അശരണരെ കണ്ടെത്താൻ സാമൂഹിക പ്രവർത്തകർക്ക് കഴിയുമ്പോഴാണ് സേവന പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ചിത്രവും യഥാർത്ഥ അളവും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുക എന്നുകൂടി പറയുകയാണ്. അതുകൊണ്ട് ഈ സേവന രംഗത്ത് തുടരുന്ന ഈ മഹാപ്രവാഹത്തിന് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ബാനറിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുന്നതോടൊപ്പം സർവശക്തനായ നാഥൻ ഇതിൽ ഒരു നയാ പൈസ കൊടുത്ത ആളുകൾ, നയാ പൈസക്ക് വേണ്ടി പണിയെടുത്ത ആളുകൾ, ഒരു നയാ പൈസ ഇല്ലെങ്കിലും പടച്ചോനെ എൻ്റെ ഒരു സ്മിതം കൊണ്ടെങ്കിലും, എൻ്റെ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ആളുകളിലേക്ക് പൈസ തരണേ എന്ന് വിചാരിച്ചവർ, അവർക്കൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും ഒക്കെ അള്ളാഹു അതിന് തക്കതമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. പ്രിയപ്പെട്ടവരെ,